പ്രകൃതിയോട് നമ്മെ ഇണക്കുന്ന സുതാര്യ മൂല്യങ്ങളിൽ ഇന്ന് അനന്യത എന്ന മൂല്യത്തെയാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. പ്രകൃതി നമുക്ക് നൽകിയ ശേഷികൾ അനന്യത എന്നത് നമ്മൾ വളരെയേറെ പ്രാധാന്യം നൽകേണ്ട ഒരു മൂല്യമാണ്. കാരണം മറ്റെല്ലാത്തിൽ നിന്നും നമ്മെ വ്യത്യസ്തമാക്കുന്ന ഒരു കഴിവ് അല്ലെങ്കിൽ ഒരുപാട് കഴിവുകൾ, അത് നമ്മൾ മനസ്സിലാക്കുന്നത് ഈ അനന്യത എന്ന മൂല്യത്തെ തിരിച്ചറിയുന്നതിലൂടെയാണ്. നമുക്ക് നോക്കാം. Uniqueness liberates us to express our true nature and serve life. അനന്യത ഓരോ വ്യക്തിയുടെയും സവിശേഷ സ്വഭാവവും കഴിവുകളും തിരിച്ചറിഞ്ഞ് അതനുസരിച്ച് ജീവിക്കുന്ന സ്വാതന്ത്ര്യമാണ്. മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യാതെ സ്വന്തം ശക്തികളും പരിമിതികളും സ്വീകരിക്കുകയും സ്വന്തം ധർമ്മം കണ്ടെത്തുകയും ചെയ്യുമ്പോൾ സ്വാഭാവിക വ്യക്തിത്വം വളരുന്നു. ഒളിമ്പസ് ദർശനത്തിൽ അനന്യത വേർതിരിവല്ല, സ്വന്തം സവിശേഷതയിലൂടെ സമഗ്ര ജീവിതത്തിന് നൽകുന്ന സംഭാവനയാണ്. ഏവർക്കും നമസ്കാരം. ഇന്നത്തെ സുഭാഷിതം അനന്യത എന്ന മൂല്യത്തെ കുറിച്ചാണ്. അനന്യത എന്ന് പറയുന്നത്, അതായത് യുണീക്നെസ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മളെല്ലാവരും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു മൂല്യമാണ്. അതായത് നമുക്ക് നമ്മുടേതായിട്ടുള്ള മറ്റൊന്നിൽ നിന്നും നമ്മളെ വേർതിരിക്കുന്ന ഒരു കഴിവ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഇപ്പം മറ്റെല്ലാ ജീവികളിലും ഇപ്പൊ ഒരുപാട് ജീവിവർഗങ്ങൾ പ്രകൃതിയിലുണ്ട്, അല്ലെ? നമുക്ക് ചുറ്റും ഒരുപാട് ജീവിവർഗങ്ങളുണ്ട്. ഓരോന്നിനും മറ്റൊന്നിൽ നിന്നും വേർതിരിക്കുന്ന ഒരു ശേഷി അല്ലെങ്കിൽ സ്വഭാവ സവിശേഷത ഉണ്ടാകുമെന്നുള്ളതാണ്. ഇനി മനുഷ്യരെ മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ ഒരിക്കലും നമുക്ക് ഒരു മനുഷ്യനെ മറ്റൊരു മനുഷ്യനുമായിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കില്ല, അല്ലെ? അത്രയ്ക്കും ഒന്നിൽ നിന്നും മറ്റൊന്നിനെ വ്യത്യസ്തമാക്കുന്ന എന്തെങ്കിലും കഴിവ് അല്ലെങ്കിൽ കഴിവുകൾ അതിനുണ്ടാകുമെന്നുള്ളതാണ്. അപ്പൊ അതാണ് അനന്യത എന്ന് പറയുന്നത്, മറ്റൊന്നിൽ നിന്നും നമ്മളെ വേർതിരിച്ചു നിർത്തുന്ന ഒരു സവിശേഷ സ്വഭാവം എന്നത്. അപ്പൊ ഈ അനന്യതയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ്. അതായത് സ്വന്തം സ്വഭാവത്തെ തിരിച്ചറിഞ്ഞ് ജീവിക്കുന്ന ആ സ്വാതന്ത്ര്യത്തെയാണ് നമ്മൾ അനന്യത എന്ന പദത്തിലൂടെ മനസ്സിലാക്കുന്നത്. നമ്മൾ എപ്പോഴും ജീവിതത്തില് മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്താണ് നമ്മളെ വിലയിരുത്തുന്നത്, അല്ലെ? അതല്ലാതെ ഒരു ശീലം നമുക്ക് വളരെ കുറവാണ്. കാരണം അങ്ങനെയാണ് നമ്മൾ വളർത്തപ്പെടുന്നത്. നമ്മുടെ ആ ഒരു ചെറിയ കാലഘട്ടം മുതലുള്ള എല്ലാ മേഖലകളിലും നമുക്ക് ഒന്നുകിൽ കൂടുതൽ അല്ലെങ്കിൽ കുറവ്, അല്ലെങ്കിൽ വലുത് അല്ലെങ്കിൽ ചെറുത്, അല്ലെങ്കിൽ ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, ഇങ്ങനെ എപ്പോഴും നമ്മൾ മറ്റൊന്നുമായിട്ട് താരതമ്യം ചെയ്താണ് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് പൊസിഷൻ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു രീതി ശരിക്കും ആരോഗ്യകരമാണോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. അപ്പോൾ മറ്റുള്ളവരുമായിട്ട് എപ്പോഴും താരതമ്യം ചെയ്യുന്നതിനിടയിൽ നാം നമ്മുടെ കഴിവുകളും നമ്മുടെ അനന്യമായിട്ടുള്ള സ്വഭാവവും ശരിക്കും നഷ്ടപ്പെടുത്തുന്നില്ലേ എന്നുള്ളതാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. അപ്പോൾ എന്താണ് ഈ അനന്യത എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കി, അതായത് ഓരോന്നിനും മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ മറ്റൊന്നിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നില എന്നുള്ളതാണ്. അപ്പൊ ആ നിലയുണ്ടല്ലോ, മറ്റൊന്നിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് നിർത്തുന്ന ആ ഒരു ഘടകം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ തനതായിട്ടുള്ള ഒരു സ്വഭാവമായിട്ട്, പെരുമാറ്റമായിട്ട്, നമ്മുടെ വ്യക്തിത്വമായിട്ടൊക്കെ പ്രകടമാകുന്നത്. അതിനെയാണ് നമ്മൾ നമ്മുടെ വ്യക്തിത്വമായി അല്ലെങ്കിൽ സ്വഭാവ സവിശേഷതയായിട്ടൊക്കെ മനസ്സിലാക്കുന്നത്. അപ്പൊ മറ്റൊന്നിനും പകർത്താൻ കഴിയാത്ത അല്ലെങ്കിൽ നമുക്കും മറ്റൊന്നിൽ നിന്നും പകർത്തിയെടുക്കാൻ സാധിക്കാത്ത ആ ഒരു സവിശേഷ നിലയാണ് ഈ അനന്യത എന്ന് പറയുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് എത്ര അങ്ങനെ അനന്യമായിട്ടുള്ള സ്വഭാവ സവിശേഷതകൾ ഉണ്ടെന്ന്. അതിനെയാണ് നമ്മൾ വ്യക്തിത്വമായിട്ട് തിരിച്ചറിയുന്നത് എന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ ആ സ്വന്തം ശേഷിയെ തിരിച്ചറിഞ്ഞ് അതിനെ പോഷിപ്പിക്കുക എന്നുള്ളത് അവിടെ ഒരു കാര്യമുണ്ട്. അപ്പൊ അവിടെ താരതമ്യം നമ്മളെ വളരെയധികം തടസ്സപ്പെടുത്തുന്ന ഒരു കാര്യമാണെന്നുള്ളതാണ്. അപ്പൊ സ്വന്തം കഴിവുകൾ ഉള്ളതുപോലെ തന്നെ നമുക്ക് മറ്റൊന്നിൽ നിന്ന് വേർതിരിച്ച് നിർത്തുന്ന ഒരുപാട് പരിമിതികൾ ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ അതിനെ നമ്മൾ പരിമിതികൾ എന്നല്ല മനസ്സിലാക്കേണ്ടത്. നമുക്ക് ചില ശേഷികൾ തരുന്ന സമയത്ത് മറ്റു ചില ശേഷികൾ കുറവായിരിക്കും. അപ്പൊ അതൊരു കുറവായിട്ട് നമ്മൾ കാണാതെ പ്രകൃതിയുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെടാനുള്ള ആ ഒരു പ്രകൃതത്തിന്റെ അല്ലെങ്കിൽ ശേഷിയുടെ സ്വാഭാവിക നിലയായിട്ട് കാണണം. അപ്പൊ മറ്റൊരാൾക്ക് നന്നായിട്ട് പാടാൻ കഴിയുന്നു അല്ലെങ്കിൽ നന്നായിട്ട് ഓടാൻ കഴിയുന്നു,
എനിക്ക് അതിന് കഴിയുന്നില്ല. പക്ഷെ എനിക്ക് നന്നായിട്ട് ചിത്രം വരയ്ക്കാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് ഒരു കാര്യത്തെ നിരീക്ഷിക്കാൻ കഴിയും. അത് എന്റെ പ്രത്യേകതയാണ്. പക്ഷെ ഇന്ന് അങ്ങനെയല്ല എല്ലാവരും വിലയിരുത്തുന്നത്. എപ്പോഴും നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിച്ചു നോക്കി അതിനോടൊപ്പം തന്നെ എത്തിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അപ്പോ ഒന്നുകിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത്, താരതമ്യം ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന കാര്യം എന്ന് പറയുന്നത്, ഒന്ന് എനിക്ക് മറ്റെല്ലാത്തിനേക്കാളും പിന്നെ വളരെ പ്രത്യേകതയുള്ള ആളാണ് ഞാൻ, അത് എന്നെ മാറ്റി നിർത്തുന്നു, അല്ലെങ്കിൽ ഞാൻ അവരിൽ നിന്നെല്ലാം വേറിട്ട ഒരു വ്യക്തിത്വമാണ് എന്നുള്ള രീതിയിൽ ഒരു അഹങ്കാരം ഉടലെടുക്കും. അതല്ലെങ്കിലോ, അയ്യോ എനിക്ക് ഒന്നിനും കഴിയുന്നില്ല, ഇവർക്കൊക്കെ ഒരുപാട് കഴിവുകളുണ്ട്, എനിക്ക് മാത്രം ഒരു കഴിവുമില്ല എന്നുള്ള രീതിയിൽ ഒരു അപകർഷതാബോധത്തിൽ നമ്മൾ എത്തിച്ചേരുന്നുള്ളതാണ്. അപ്പൊ ഇത് രണ്ടും നമ്മുടെ സമഗ്രമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ബോധത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം ഉണ്ടാക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമുക്ക് ചുറ്റുപാടുമായിട്ട് ചേർന്ന് പോകാനുള്ള ആ ഒരു സുതാര്യതയ്ക്ക് തടസ്സം ഉണ്ടാക്കും എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു കാര്യത്തെ നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടുള്ളത്. എന്റെ കഴിവുകൾ, എന്നെ മറ്റൊന്നും മാറ്റി നിർത്തുന്ന, വേർതിരിച്ച് നിർത്തുന്ന ആ കഴിവ് എന്ന് പറയുന്നത്, അതിലൂടെയാണ് ഞാൻ ഈ ലോകത്തിലേക്ക്, അല്ലെങ്കിൽ ഈ ലോകത്തെ ഞാൻ മനസ്സിലാക്കേണ്ടത്, അതിലൂടെയാണ് ഞാൻ എന്നെ ഈ ലോകവുമായിട്ട് ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും നമ്മൾ അതിലൊരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പൊ സമൂഹം പറയുന്ന ഒരു ജീവിത രീതിയാണ് വളരെ നല്ല രീതി, അല്ലെങ്കിൽ അത് നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ, അതിനെ പിന്തുടരാൻ ചിലപ്പോൾ നമുക്ക് സാധിച്ചെന്ന് വരില്ല എല്ലാ കാര്യത്തിലും. നമ്മളും ഒളിമ്പസിന്റെ എല്ലാ പാഠങ്ങളിലും മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്, ചിലർ താളം കൂടുതലുള്ളവരുണ്ടാവും, ചിലർ താളം കുറഞ്ഞ നിലയിലുള്ളവരുണ്ടാകും, അതുപോലെ താളബോധം ഉള്ളവരുണ്ടാകും, അതില്ലാത്തവരുണ്ടാകും, യുക്തി വളരെയധികം ഉള്ളവരുണ്ടാകും, അല്ലെങ്കിൽ യുക്തി ഭദ്രത കുറഞ്ഞ ആൾക്കാരുണ്ടാകും. അപ്പൊ ഇതെല്ലാം ഒരു കുറവായിട്ടല്ല, കൂടുതലോ കുറവോ ആയിട്ടല്ല മനസ്സിലാക്കേണ്ടത്. എല്ലാത്തിനെയും പരസ്പരം സന്തുലനപ്പെടുത്തി നിർത്താനുള്ള പ്രകൃതിയുടെ ഒരു ചേരുവയാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പൊ ആ അനന്യതയെ ആ രീതിയിൽ മനസ്സിലാക്കിയിട്ട് എനിക്കതിന് കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ എന്താണ് കഴിയുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് അതുമായിട്ട് പൊരുത്തപ്പെടുക. എനിക്ക് കഴിയുന്നു എന്നുണ്ടെങ്കിൽ ആ കഴിവിനെ പരമാവധി പോഷിപ്പിച്ച് ചുറ്റുപാടുമായിട്ട് എത്രത്തോളം നമുക്കതിനെ ചേർത്ത് വെക്കാൻ കഴിയുമോ, തന്റെ വളർച്ചയെയും ചുറ്റുപാടിന്റെ വളർച്ചയെയും മനസ്സിലാക്കി അതിന്റെ ഒരു ആവശ്യകതയെ തിരിച്ചറിഞ്ഞ് ഈ കഴിവുകളെ അതിനോട് ചേർത്ത് വെച്ച് പോഷിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഒരിക്കലും നമ്മുടെ മൂല്യത്തെ മറ്റൊന്നുമായിട്ടും പൊരുത്തപ്പെടുത്തി അല്ലെങ്കിൽ ചേർത്ത് വെച്ച് അളക്കാതിരിക്കുക. കാരണം നമ്മുടെ മൂല്യം എന്ന് പറയുന്നത് ഒരിക്കലും അളക്കാൻ കഴിയാത്തതാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് നൽകിയിട്ടുള്ള അനന്യതയെ പോലെ തന്നെയാണ് മറ്റുള്ളവർക്കും ഇതേപോലെയുള്ള ശേഷികൾ ഉണ്ടാകുന്നുള്ള തിരിച്ചറിവ്. അതും ഇതുപോലെ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് ഉണ്ട്, അല്ലെങ്കിൽ ചിലത് ഉണ്ട് ചിലത് ഇല്ല എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. അതുകൊണ്ട് നമ്മൾ മാത്രം അതുകൊണ്ട് മുന്നോട്ട് പോകാതെ, നമ്മൾ പറയുന്നുണ്ടല്ലോ എല്ലാത്തിനെയും സമഭാവത്തിൽ കാണേണ്ടതുണ്ട് എന്നുള്ളത്. അപ്പൊ ആ ഒരു കാര്യത്തില് എല്ലാത്തിനെയും, അതിനും ഇതുപോലെ അനന്യമായ ശേഷിയുണ്ട്. അപ്പൊ ഏതൊരു ശേഷി പ്രകൃതി നൽകുന്നുണ്ടെങ്കിലും അതിന്റെ ഒരു അർത്ഥം അത്രയും നമ്മൾ ആ ഒരു കാര്യത്തിലൂടെ പ്രകൃതിയോട് ഉത്തരവാദിത്തപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് വേഗത്തിൽ നടക്കാൻ കഴിയുന്നു, അങ്ങനെ വേഗത്തിൽ നടക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ അവരെ സഹായിക്കുക, അല്ലെങ്കിൽ അവരുടെ കഴിവുകളെ വളർത്താനായിട്ട് നമ്മൾ അവരോട് ചേർന്ന് നിൽക്കുക എന്നൊരു ഉത്തരവാദിത്വം നമ്മൾ വരുന്നുണ്ട്. അപ്പോ ശേഷികൾ എന്ന് പറയുന്നത് നമ്മുടെ അഹങ്കാരത്തെ വർദ്ധിപ്പിക്കാനുള്ള ഒരു കാര്യമല്ല, മറ്റുള്ളതുമായി ചേർന്ന് പോയി അവരോട് എന്താ പറയാ, അവരുടെ കഴിവുകളെ വളർത്താനും കൂടി ഉപയോഗിക്കേണ്ട ഒരു കാര്യമായിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇതിനോട് ചേർത്ത് വെക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാല്, പ്രകൃതി നമുക്ക് നൽകിയിട്ടുള്ള ഒരുപാട് കഴിവുകളില് മറ്റെല്ലാ ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കി നിർത്തുന്ന ഒരു കഴിവുണ്ട്. അതാണ് നമുക്ക് ഭാവന ചെയ്യാനുള്ള ഒരു ശേഷി എന്ന് പറയുന്നത്. ഈ ഭാവന ചെയ്യാനുള്ള ശേഷി എന്ന് പറയുന്നതിലൂടെ നമുക്ക് ഒരുപാട് വളരാൻ സാധിക്കും. എല്ലാ തരത്തിലും നമുക്ക് മറ്റേതൊരു ജീവിയെക്കാളും മുന്നിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും പുരോഗതിയിലൂടെ മുന്നോട്ട് പോകാൻ കഴിയുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ ഭാവന ചെയ്യാനുള്ള ശേഷിയാണ്. അപ്പോ ഈ അനന്യതയെ ഈ ഭാവനയുമായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് നമ്മുടെ ശേഷിയുടെ ഒരു അനന്തമായിട്ടുള്ള സാധ്യത നമുക്ക് ഭാവന ചെയ്യാം. അത് നൽകുന്ന ആ സാധ്യതയെ കൂടുതൽ എത്ര നമുക്ക് ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുമോ അതിന്റെ സാധ്യതകളെ ഭാവന ചെയ്യാമെന്നുള്ളത്. അപ്പൊ നമുക്ക് നമ്മുടേതായ സ്വന്തം രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കാനുമുള്ള കഴിവാണ് ഈ അനന്യതയെ തിരിച്ചറിയുന്നതിലൂടെ ഉണ്ടാകുന്നത്.
അപ്പൊ അത് ഭാവനയുമായിട്ട് ചേർത്ത് നിർത്തി നമ്മൾ അതിന്റെ സാധ്യതകളെ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ ഒരു പ്രശ്നത്തെ കാണുന്നത് നമ്മുടേതായ ഒരു കാഴ്ചപ്പാടിലൂടെ ആയിരിക്കും. കാരണം അനന്യതയുടെ ഭാഗമാണ് നമുക്കുണ്ടാകുന്ന ഒരു കാഴ്ചയും. ഒരു ശേഷി ഉണ്ടെങ്കിൽ ആ ശേഷി കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ ലോകത്തെ കാണുക. അതുകൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് കാണാൻ കഴിയാത്ത എന്തെങ്കിലും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ആ കാഴ്ച വിപുലമാകുന്നതോടുകൂടി നമുക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളെ നമുക്ക് ആഴത്തിൽ കാണാൻ സാധിക്കും. അത്രയേറെ സമഗ്രമായിട്ട് ചേർത്ത് വെച്ച് എല്ലാത്തിനെയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ മുന്നിട്ട് കണ്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് സാധിക്കും. അപ്പൊ ആ ഭാവനയെ ചേർത്ത് വെച്ച് നമ്മുടെ അനന്യതയെ ഉപയോഗിക്കുന്ന സമയത്ത് അതിന്റെ സാധ്യത എന്ന് പറയുന്നത് വളരെ വലുതാണെന്ന് നമ്മൾ ഇതിനോട് ചേർത്ത് വായിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള കാഴ്ച, വ്യത്യസ്തമായിട്ടുള്ള പരിഹാരങ്ങൾ, ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഏതൊരു മൂല്യവും, ഇപ്പൊ എല്ലാ മൂല്യങ്ങളും എല്ലാവരിലും ഒരുപോലെ പ്രവർത്തിക്കില്ല. ചിലർക്ക് വളരെ ആത്മവിശ്വാസത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കും, ചിലർക്ക് വളരെ നല്ല മുൻവിധി ഇല്ലാതെ പ്രവർത്തിക്കാൻ സാധിക്കും, വളരെ നല്ല ഉത്തരവാദിത്വത്തോടു കൂടി പ്രവർത്തിക്കാൻ സാധിക്കും. പക്ഷെ മറ്റു ചിലർക്ക് ഇത് സാധിക്കില്ല. അപ്പൊ ഓരോരുത്തരിലും അവരവരുടെ ശേഷിക്കനുസരിച്ചുള്ള മൂല്യങ്ങളാണ് അധികമായിട്ട് പ്രവർത്തിക്കുക. അപ്പൊ അതൊരു കുറവായിട്ട് കാണാതെ എനിക്ക് ലഭിച്ചിരിക്കുന്ന അധിക മൂല്യങ്ങളോടൊപ്പം തന്നെ മറ്റു മൂല്യങ്ങളെ കൂടി ചേർത്ത് വെച്ച് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സ്നേഹിക്കുന്നതിൽ, അല്ലെങ്കിൽ നമ്മളെ കാണുന്ന ഒരു കാഴ്ചയുണ്ടല്ലോ, അതിൽ ഈ അനന്യതയെ ചേർത്ത് വെക്കുക. അപ്പോ ഒരിക്കലും ഇതൊരു കുറവായിട്ടോ കുഴപ്പമായിട്ടോ അല്ലെങ്കിൽ ആധിക്യമായിട്ടോ കാണാതെ തനിക്ക് തന്റെ ചുറ്റുപാടുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാനുള്ള സ്വഭാവ സവിശേഷതയായിട്ട് കണ്ടുകൊണ്ട് അതിനെ കൈകാര്യം ചെയ്യുക എന്നുള്ളതാണ്. ഇത് തിരിച്ചറിയുന്ന സമയത്ത് പ്രകൃതിയിൽ എല്ലാത്തിനും അതിന്റെ ധർമ്മത്തിനനുസരിച്ചുള്ള ഒരു ശരീരവും അതിനനുസരിച്ചുള്ള കഴിവുകളുമാണ് നൽകിയിട്ടുള്ളത് പ്രകൃതി, അല്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത്തരത്തിലുള്ള കഴിവുകളാണെന്ന് മനസ്സിലാകുന്ന സമയത്ത് മറ്റൊന്നിന്റെ ധർമ്മത്തിൽ ഇടപെടാതെ തന്റെ ധർമ്മം എന്താണോ, അല്ലെങ്കിൽ അതിനു വേണ്ടിയുള്ള തന്റെ ശേഷി എന്താണോ അത് മനസ്സിലാക്കി അത് വളർത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രകൃതിയുമായി ചേർത്ത് വെച്ചുകൊണ്ട് ഈ മൂല്യത്തെ മനസ്സിലാക്കുന്നതിലൂടെ സംഭവിക്കുന്നത്. അപ്പോ തന്റെ ശേഷിയിലൂടെ സമൂഹത്തിന് അല്ലെങ്കിൽ തന്റെ സഹജീവികൾക്ക് എത്ര നല്ല സംഭാവന നൽകാൻ സാധിക്കുമോ അതിലേക്ക് കൂടുതലായിട്ട് ശ്രദ്ധിക്കുക. അപ്പോ മറ്റെല്ലാത്തിനും ഇവിടെ പ്രകൃതി നൽകിയിട്ടുള്ള ഒരു സ്ഥാനമുണ്ട്, അതിനിവിടെ നിർവഹിക്കേണ്ടുന്ന പങ്കുണ്ട്. അതുകൂടി നമുക്ക് ചേർത്ത് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ സഹജീവനം എന്ന് പറയുന്നത് അനന്യതയെ മനസ്സിലാക്കുന്ന സമയത്ത് കൂടുതൽ നല്ല രീതിയിൽ, അല്ലെങ്കിൽ കൂടുതൽ മെച്ചമായിട്ടുള്ള രീതിയിൽ നമുക്ക് സാധ്യമാകും എന്നുള്ളതാണ്. അപ്പോൾ ഒളിമ്പസിന്റെ കാഴ്ചയിൽ ഈ അനന്യതയെ ചേർത്ത് വെക്കുന്ന സമയത്ത് പ്രകൃതിയിൽ വൈവിധ്യം എന്ന് പറയുന്നത് തന്നെ ഈ അനന്യത എന്ന മൂല്യത്തിന്റെ പ്രകടനമാണെന്നുള്ളതാണ്. അപ്പോൾ ആ വൈവിധ്യം എന്നുള്ളതിനെ മനസ്സിലാക്കി എല്ലാത്തിനും ഇവിടെ അതിൻ്റെതായിട്ടുള്ള സ്ഥാനമുണ്ട്, അവരെല്ലാം അവരുടെ ധർമ്മം നിർവഹിക്കുന്നത് പോലെ തന്റെ ശേഷിക്കനുസരിച്ചുള്ള ധർമ്മം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മളും അത് കൃത്യമായിട്ട് നിർവഹിച്ച് പോവുക എന്നുള്ളതാണ് ചെയ്യാനുള്ളത്. അപ്പോൾ ആ വ്യത്യസ്തതയാണ് നമ്മളെ സമ്പന്നരാക്കുന്നത് എല്ലാ തരത്തിലും. അപ്പൊ അതൊരു കുഴപ്പമായിട്ട് കാണാതെ എല്ലാത്തിനെയും വ്യത്യസ്തമാക്കുന്ന ഈ ശേഷിയെ തിരിച്ചറിഞ്ഞ് പ്രകൃതി എല്ലാത്തിനെയും എങ്ങനെയാണോ ഈ പാരസ്പര്യം എന്ന മൂല്യത്തെ ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നത്, അതുപോലെ നമ്മളും നമ്മുടെ അനന്യതയെ തിരിച്ചറിഞ്ഞ് പാരസ്പര്യത്തിൽ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ഈ താരതമ്യം ചെയ്യുക എന്നുള്ളത്, മറ്റൊന്നുമായി താരതമ്യം ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കുക എന്നതാണ് ചെയ്യാനുള്ളത്. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ രീതിയിൽ, നമ്മുടെ സ്വാഭാവികമായിട്ടുള്ള രീതിയിൽ നമ്മളെ പ്രകടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കഴിവുകളെ അവതരിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ നമ്മുടെ സ്വഭാവം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക, സ്വയം നിരീക്ഷിക്കുക, അതിലൂടെ സ്വന്തം അനന്യതയെ തിരിച്ചറിഞ്ഞ് മറ്റൊന്നുമായിട്ട് തട്ടിച്ച് വിലയിരുത്തി നമ്മുടെ സമയം കളയാതെ തനിക്ക് വ്യക്തമായിട്ടും കൃത്യമായിട്ടും ചെയ്യാനുള്ള തന്റെ ധർമ്മത്തിലേക്ക് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതിലാണ് നമ്മുടെ തനതായിട്ടുള്ള ശൈലി, അതിലൂടെയാണ് നമ്മുടെ തനതായിട്ടുള്ള ശൈലി പുറത്തു വരിക. ഒരിക്കലും നമ്മളല്ലാതെ മറ്റൊരാളാകാൻ സാധിക്കുകയില്ല. അതാണ് അനന്യതയിലൂടെ നമ്മൾ പ്രധാനമായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പൊ സ്വന്തം ധർമ്മം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുക, വ്യത്യസ്തത എന്ന് പറയുന്നതിനെ ഒരു കുഴപ്പമായിട്ട് കാണാതെ അത് നമ്മുടെ തനതായിട്ടുള്ള ഒരു ശൈലിയായിട്ട് പ്രകൃതി നമുക്ക് എങ്ങനെയാണോ ജീവിക്കാനായിട്ട്
പറഞ്ഞിട്ടുള്ളത് ആ രീതിയിലേക്കുള്ള ഒരു കഴിവായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരുടെ വ്യത്യസ്തതയെയും ആദരിച്ച് സ്വന്തം കഴിവുകളെയും മനസ്സിലാക്കി മുന്നോട്ട് പോവുക. അത്തരത്തിലുള്ള ഒരു ജീവിതത്തിനാണ് വളരെ നല്ല മെച്ചമായിട്ടുള്ള ഒരു സഹജീവനം കാഴ്ചവെക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മുടെ വ്യക്തിത്വം എന്ന് പറയുന്നത് നമ്മുടെ അനന്യതയോട് ചേർത്ത് വെച്ച് കാണുക, അതിന്റെ പ്രകട നിലയായിട്ട് മനസ്സിലാക്കുക. അപ്പൊ ഇത്രയാണ് ഇന്ന് അനന്യതയെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ ഈ അനന്യതയെ മനസ്സിലാക്കി ഒരിക്കലും മറ്റൊരിൽ നിന്നും വേറിട്ട് ജീവിക്കാതെ അതിനോട് ചേർന്ന് ജീവിക്കാനായിട്ട് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.